അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നലെ നോമ്പനുഷ്ഠിക്കാൻ പറ്റാത്തതിന്റെ പേരിൽ മുന്തുകൊടുക്കൽ നിർബന്ധമായ ഒന്ന് രണ്ട് കൂട്ടക്കാരെ പറഞ്ഞു. എന്നാൽ ഇന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ള രണ്ടാമത്തെ വിഭാഗമാണ്. അതാരാണ്? നോമ്പ് നഷ്ടപ്പെടുത്തിയവർ. നോമ്പ് നിർബന്ധമാണ്, ആ നോമ്പ് നഷ്ടപ്പെടുത്തിയവർ അഥവാ നോമ്പ് നോക്കാത്തവർ. അതിൽ ഒന്നാമത്തെ വിഭാഗം വിശുദ്ധമായ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, നിങ്ങൾ രോഗികളോ യാത്രക്കാരോ ആണെങ്കിൽ അയ്യാമും മഅദൂദാത്ത് ഫമൻ കാന മിൻകും മരീദൻ ഔ അലാ സഫരിൻ ഫഇദ്ദത്തും മിൻ അയ്യാമിൻ ഉഖർ. നിങ്ങളിൽപ്പെട്ട ആരെങ്കിലും യാത്രക്കാരോ ഏകദേശം 130 കിലോമീറ്ററിനപ്പുറമുള്ള ദൂരത്തേക്ക് യാത്ര ചെയ്യുന്ന ആളോ അതല്ലെങ്കിൽ രോഗികളോ ആണ് എങ്കിൽ ഫഇദ്ദത്തും മിൻ അയ്യാമിൻ ഉഖർ, മറ്റൊരു ദിവസത്തേക്ക് അത് മാറ്റിവെക്കാം. റമദാൻ മാസം അല്ലാത്തൊരു മാസത്തിലേക്ക് മാറ്റിവെക്കാം. ഇവിടെ രണ്ട് കൂട്ടക്കാരാണുള്ളത്. ഒന്ന് രോഗി. രോഗി എന്ന് പറയുമ്പോൾ ഒരു പനിക്ക് വേണ്ടിയോ സാധാരണ ഒരു തലവേദനയ്ക്ക് വേണ്ടിയോ ഒരു പല്ലുവേദനയ്ക്ക് വേണ്ടിയോ നോമ്പ് മാറ്റിവെക്കാൻ പറ്റൂല, പിടിക്കാതിരിക്കാൻ പറ്റൂല. മറിച്ച് ഈ നോമ്പ് നോക്കൽ കൊണ്ട് ശാരീരികമായി പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകും. വിദഗ്ധരായ ഡോക്ടർമാര് പറഞ്ഞു, മെഡിസിൻ മുടക്കാൻ പറ്റില്ല. രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും കറക്റ്റായി മെഡിസിൻ കഴിക്കണം. അത് ഉപേക്ഷിക്കാൻ പറ്റൂല. പല ജാതി അസുഖങ്ങൾ വരാൻ സാധ്യതയുണ്ട്, അസുഖങ്ങൾ മൂർച്ഛിക്കാൻ സാധ്യതയുണ്ട് എന്ന് വിദഗ്ധരായ ഡോക്ടർമാർ നിർദ്ദേശിച്ചാൽ നമുക്ക് റമദാൻ മാസത്തിൽ നോമ്പ് നോക്കേണ്ടതില്ല. അങ്ങനെയുള്ള രോഗികൾക്ക് അവരെന്ത് ചെയ്യണം? അടുത്ത റമദാൻ മാസം ആകുന്നതിന് മുമ്പ് ഖളാ വീട്ടി തീർക്കുകയും വേണം ഈ റമദാൻ മാസത്തിലെ നോമ്പുകൾ. ഇളവില്ല ആ വിഷയത്തിൽ, മുദ്ദ് കൊടുക്കേണ്ടതുമില്ല. കാരണം കാരണത്തോടു കൂടിയാണ് നോമ്പ് നഷ്ടപ്പെട്ടത്. രോഗം എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാരണമാണ്. അതുകൊണ്ട് കാരണമുണ്ടായതുകൊണ്ട് മുദ്ദ് കൊടുക്കേണ്ടതില്ല. അടുത്ത റമദാൻ മാസത്തിന് മുമ്പ് നിർബന്ധമായും ഖളാ വീട്ടണം. നേരത്തെ പറഞ്ഞതുപോലെ അങ്ങനെയുള്ളവർക്ക് ഖളാ എന്ന് പറയാൻ പറ്റില്ല. നേരെ മറിച്ച് അത് അദാ തന്നെയാണ്. പക്ഷെ പേരിന് റമദാൻ മാസത്തിൽ നോമ്പ് നോറ്റില്ലല്ലോ എന്ന നിലയ്ക്ക് ഖളാ എന്ന് പറയുന്നു എന്ന് മാത്രം. ഏതായാലും ഞാൻ പറഞ്ഞല്ലോ, രോഗികൾ അതേപോലെ പ്രയാസപ്പെട്ട് വിഷമിച്ചുകൊണ്ട് വളരെ വലിയ രോഗവുമായി കഴിയുന്നവർ, അവർക്ക് നോമ്പ് നോറ്റാൽ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും കൂടുമെങ്കിൽ നോമ്പ് ഉപേക്ഷിച്ച് റമദാന് മുമ്പ് ഖളാ വീട്ടി തീർക്കണം. ഈ അവിടെ തന്നെ രണ്ടാമത്തെ വിഭാഗം, യാതൊരു കാരണവുമില്ലാതെ നോമ്പ് നഷ്ടപ്പെടുത്തുന്നവർ. ജോലിയുടെ കാരണം പറഞ്ഞ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാരണങ്ങൾ പറഞ്ഞ് നോമ്പ് നോക്കാനുള്ള ആത്മാർത്ഥതയോ അല്ലെങ്കിൽ ഇല്ലാത്തതിന്റെ പേരിൽ മടി കാരണം, അലസത കാരണം നോമ്പ് ഉപേക്ഷിച്ചാലുള്ള ശിക്ഷ, നോമ്പ് നഷ്ടപ്പെടുത്തിയാലുള്ള അദാബ് അറിഞ്ഞോ അറിയാതെയോ നഷ്ടപ്പെടുത്തുന്നവർ യഥേഷ്ടമുണ്ടാകാം. അല്ലാഹു തആല കാത്തിരക്ഷിക്കുമാറാവട്ടെ. മഹാപാപമാണ്. ഇസ്ലാമിന്റെ 5 സ്തംഭങ്ങളിൽ ഒന്നാണ് നോമ്പ്. ആ നോമ്പ് അള്ളാഹു ആണ് നിർബന്ധമാക്കിയത്. നമുക്ക് നമ്മുടെ യുക്തി അനുസരിച്ചോ നമ്മുടെ ജോലി അനുസരിച്ചോ ഒന്നും അങ്ങനെ നോമ്പ് നോക്കാതിരിക്കാൻ പറ്റില്ല. എത്ര ജോലി ചെയ്യുന്നവരും നോമ്പ് നോക്കണം. ഇസ്ലാം പറയുന്നത് നോമ്പ് നോക്കണം, നിയ്യത്ത് വെക്കണം, അത്താഴം കരയത്താഴം കഴിക്കണം. നേരം പുലർന്നതിന് ശേഷം അവന്റെ ഡ്യൂട്ടി എന്താണോ, അവന്റെ ജോലി എന്താണോ ആ ജോലിയിൽ പ്രവേശിക്കണം. ജോലിയിൽ പ്രവേശിച്ചതിന് ശേഷം ഉച്ചയായി, അവനിക്ക് അസഹ്യമായ ദാഹം, ഒരിക്കലും പിടിച്ചു നിൽക്കാൻ പറ്റാതെ വന്നാൽ മാത്രമേ ആ നോമ്പ് തൽക്കാലം മുറിക്കാൻ പറ്റുകയുള്ളൂ. റമദാന് ശേഷം ഖളാ വീട്ടുകയും വേണം. അങ്ങനെയുള്ളവർക്ക് മുദ്ദ് കൊടുക്കൽ നിർബന്ധമാണ്. കാരണമില്ലാതെ നോമ്പ് നഷ്ടപ്പെടുത്തിയവർക്ക് മുദ്ദ് കൊടുക്കൽ നിർബന്ധമാണെന്ന് മാത്രമല്ല, റമദാൻ ഷരീഫ് കഴിഞ്ഞാൽ അടുത്ത റമദാനിലേക്ക് കാത്തിരിക്കാതെ എത്രയും പെട്ടെന്ന് ഖളാ വീട്ടുകയും വേണം. അത് ഖളാ തന്നെയാണ്. അത് അതാ എന്ന് പറയാൻ പറ്റില്ല, ഖളാ തന്നെയാണ്. കാരണം മനഃപൂർവ്വമാണ് നോമ്പ് ഉപേക്ഷിക്കുന്നത്.
അവനൊരു ഇളവും ഇസ്ലാം നൽകുന്നില്ല. അതുകൊണ്ട് കാരണമില്ലാതെ നോമ്പ് നഷ്ടപ്പെടുത്തി അവൻ ഓരോ നോമ്പിനും ഓരോ മുദ് അരി സദഖ കൊടുക്കുകയും അത് ഫിദിയ കൊടുക്കുകയും, സദഖ അല്ല ഫിദിയാണ്, നിർബന്ധമാണ്, കൊടുക്കുകയും റമദാൻ കഴിഞ്ഞ ഉടൻ തന്നെ താമസിയാതെ അത് ഖളാ വീട്ടുകയും വേണം. ഇത്രയും അപകടകരമായ ഒരു വിഷയമാണ് നോമ്പ് നഷ്ടപ്പെടുത്തിയാലുള്ള വിഷയം. ഇതിനൊക്കെ ഉപരിയായി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അദാബ്, ശിക്ഷ. ഖളാ വീട്ടിയത് കൊണ്ട് ഞാൻ റമദാൻ മാസത്തിൽ നോമ്പ് നോക്കിയില്ലെങ്കിലും പിന്നെ ഖളാ വീട്ടിയല്ലോ എന്ന് നിനക്ക് രക്ഷപ്പെടാനുള്ള മാർഗം ഇല്ല എന്ന് മനസ്സിലാക്കണം. പിന്നെ തലബ് റബ്ബിന്റെ അടുക്കൽ ഉണ്ടാവൂല. നീ എന്തുകൊണ്ട് നോമ്പ് നോറ്റില്ല എന്നൊരു പക്ഷെ ചോദിച്ചാൽ നോമ്പ് നോറ്റല്ലോ എന്ന് പറയാം. പക്ഷേ റമദാൻ മാസത്തിൽ എന്തുകൊണ്ട് നോമ്പ് നോറ്റില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള ഈ തുരുപ്പ് ഷീട്ട് കാണിച്ചുകൊണ്ട് രക്ഷപ്പെടാൻ കഴിയില്ല എന്നുള്ള ആ ഒരു ചിന്തയും ഓർമ്മയും നമുക്കുണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ റമദാനുൽ ശരീഫിനെ ബഹുമാനിക്കാനും ആദരിക്കാനും വളരെ കൃത്യമായി നോമ്പനുഷ്ഠിക്കുവാനും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ.